ബ്രൂവറിക്കെതിരെ ഓർത്തഡോക്സ് സഭ സിനഡ്. മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് ലഹരി മാഫിയകൾക്ക് പാലൂട്ടുന്നതിന് തുല്യമാണെന്ന് അവരുടെ വാർത്താക്കുറിപ്പ്. സിനിമകൾ ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കുന്നു. സ്കൂളുകൾ തോറും വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് വാർത്താക്കുറിപ്പിലൂടെ അവർ അറിയിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. ടോബി, പറയൂ. SKN അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനവും ആശങ്കയുമാണ് ഓർത്തഡോക്സ് സഭ രേഖപ്പെടുത്തുന്നത്. എപ്പിസ്കോപ്പൽ സൂനകദോസ് ഇന്നു മുതൽ ആരംഭിച്ചു. 1-ാം തീയതി വരെയാണ് ഈ സൂനകദോസ് നടക്കുന്നത്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭയുടെ ഒരു നിലപാട് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ലഹരി മാഫിയയുടെ ഒരു പിടി അത് സമൂഹത്തിൽ ആഴത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല കുട്ടികളും മാതാപിതാക്കളെ കൊല്ലുന്നതിലേക്കും സഹോദരങ്ങളെ കൊല്ലുന്നതിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഒരു വാർത്താക്കുറിപ്പ് ഒരു റിലീസ് അവർ ഇറക്കിയിരിക്കുന്നത്. ലഹരി മാഫിയകൾ ആഴത്തിൽ വേരിറങ്ങിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന അവർ ഇറക്കിയിരിക്കുന്നത്. അതിലാണ് ഈ മദ്യത്തെക്കുറിച്ച് കൂടുതലായി പറഞ്ഞിരിക്കുന്നത്. മദ്യം പൂർണ്ണമായിട്ടും സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ബ്രൂവറി പോലെയുള്ള മദ്യശാലകൾ തുറക്കുന്നത് ഈ ലഹരി മാഫിയയെ പാലൂട്ടുന്ന തരത്തിലാണെന്നാണ് സഭ വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന സിനിമകളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു വിമർശനമുണ്ട്. ഇത്തരത്തിലുള്ള സിനിമകൾ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. കുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ചും കുട്ടികളെ വഴിതെറ്റിക്കുന്നതിലേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കലാകാരന്മാരും ഇതിൽ അഭിനയിക്കുന്നവരുമൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നൊരു വിമർശനം കൂടി അല്ലെങ്കിൽ ഒരു ഇതുകൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഓർത്തഡോക്സ് സഭ. വെറും പ്രതിജ്ഞകളിൽ മാത്രം ഒതുങ്ങരുത് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന് സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ഈ സൂനകദോസ് പറയുന്നു. എന്തായാലും 1-ാം തീയതി വരെയുള്ള ഈ സൂനകദോസിൽ പ്രധാന വിഷയം ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം സഭയുടെ മദ്യവർജന സമിതി ഈ ബ്രൂവറിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സൂനകദോസും ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. താങ്ക് യു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേർന്നത്.